ഓമനക്കുട്ട ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഞാൻ ACP കണ്ടിട്ട് വരാം. ഓ ആയിക്കോട്ടെ. അപ്പോ ഇന്നത്തെ ബാക്കി പ്രോഗ്രാംസ് നമുക്ക് ഒരുമിച്ചൊന്ന് കറങ്ങി അടിച്ചാലോ? എനിക്ക് കുറെ പർച്ചേസ് ചെയ്യാനുണ്ട്. ഏയ്, അതിനൊന്നും എനിക്കൊരു മൂടുമില്ല. തോൽവിയുടെ വിഷമം നമുക്ക് മാറ്റാടി. അവളെ ഞാൻ നല്ല തിളച്ച എണ്ണയിലിട്ട് പൊരിച്ചു തരാം. ആ സ്വാതി എന്ന് പറയുന്ന പെണ്ണ് മാഡത്തെ കണ്ണൊന്നും പറഞ്ഞ് വീണ്ടും വന്നിട്ടുണ്ട്. വരാൻ പറയൂ. യെസ് മാഡം. അവളെന്തിനാ വീണ്ടും കെട്ടിയെടുത്തത്? എന്തിനായാലും അവളെ കണ്ട വീണ്ടും എന്റെ നിയന്ത്രണം വിട്ടു പോകും. ഞാനൊന്ന് മാറി നിൽക്കട്ടെ. ഏയ് വേണ്ട, നീ ഇരിക്കേ. കൂൾ. മാഡം, നീ എന്തിനാടി പിന്നെ വന്നത്? നന്ദിനി ഇപ്പൊ എന്നെ വിളിച്ചു. അവൾ ഇവിടെ അടുത്തെവിടെയോ ഉണ്ട്. അതിന് ഇവളെന്ത് വേണം? അവളെ കണ്ടുപിടിക്കുമെന്ന് വെല്ലുവിളിച്ചു പോയതല്ലേ നീ? പോയി കണ്ടുപിടിക്കടി. വേദ. മാഡം, മാഡം, അവൾ എന്നെ വിളിച്ച മൊബൈൽ ടവറിന്റെ ലൊക്കേഷൻ കണ്ടെത്തിയ നമുക്ക് അവളെ കണ്ടുപിടിക്കാം. എനിക്ക് സൗകര്യമില്ല അവളെ കണ്ടുപിടിക്കാൻ. നീ കൊണ്ടുപോയി എനിക്കെതിരെ IG-ക്ക് പരാതി കൊടുക്ക്. മാഡം, ഗർഭിണിയായിരിക്കുന്ന ഒരു പെണ്ണ ഇപ്പൊ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും അവളെ കണ്ടുപിടിക്കേണ്ടത് പോലീസുകാരുടെ ഉത്തരവാദിത്വം. അതാ ഞാൻ പറഞ്ഞത്, ആ ഉത്തരവാദിത്തം നിറവേറ്റാൻ എനിക്കിപ്പോ സൗകര്യമില്ലെന്ന്. ഇറങ്ങിപ്പോടി. മാഡം പ്ലീസ്. നീ വലിയ ബുദ്ധിമതിയല്ലേ? നീ തന്നെ പോയി കണ്ടുപിടിക്ക്. നിനക്ക് പോകാം. ചേച്ചി, ഈ പോലീസുകാർ ഇങ്ങനെ പെരുമാറും ചേച്ചി? അവരെന്നോട് വിരോധം തീർത്തതാ ഓമനക്കുട്ട. നമുക്ക് വേറെ ഏതെങ്കിലും സ്റ്റേഷനിൽ വിവരം അറിയിച്ചാലോ? ആ ACPയുടെ കീഴിലല്ലേ ഈ സ്റ്റേഷനെല്ലാം. അവരതെല്ലാം മുടക്കും, എനിക്കത് ഉറപ്പാ. ആ ACPക്ക് ചേച്ചിയോട് എത്ര വിരോധം? നിങ്ങൾ ബന്ധുക്കളൊന്നും അല്ലല്ലോ, ആണോ? ഞാൻ അവരെ ആദ്യമായിട്ട് കാണുക. എന്തായാലും പോലീസ് നമ്മളെ സഹായിക്കില്ല എന്ന് ഉറപ്പായി. എങ്ങനെയെങ്കിലും നന്ദിനി എനിക്ക് രക്ഷപ്പെടുത്തിയേ പറ്റൂ. ഇതിപ്പോ വലിയ പുലുവാലായല്ലോ ചേച്ചി. ടവർ ലൊക്കേഷൻ കണ്ടുപിടിക്കാന്നൊക്കെ പറയുമ്പോ എന്ത് ചെയ്യും? ആ ഒരാളുണ്ട് ചേച്ചിയെ സഹായിക്കാൻ. അയാളെ കൊണ്ട് പറ്റും. അതാരാ ആള്? ആളൊരു പുലിയാ. ചിലപ്പോ ചില കേസിന് തുമ്പുണ്ടാക്കാൻ പോലീസുകാരെ വരെ അവന്റെ സഹായം ചോദിച്ചു വരാറുണ്ട്. പോലീസുകാരോ? ആൾ അത്രയ്ക്ക് മിടുക്കനാ? മിടുക്കനാണോന്നോ? പറന്നു പോകുന്ന കാക്ക പോലും ഏത് ടവർ ലൊക്കേഷനിലാണെന്ന് പറയുന്ന ഒരാളേ ഉള്ളൂ. ആൻഡ്രോയിഡ് കുട്ടപ്പൻ.
പക്ഷേ അവന്റെ അടുത്തെത്തുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതൊക്കെ ഞാൻ ഏറ്റു. എത്ര ബുദ്ധിമുട്ടിയാലും സാരമില്ല. ചേച്ചിയെ പോലെ ഒരാൾക്ക് വരാൻ പറ്റിയ സ്ഥലമല്ലത്, ഒരു ചേരിയാണ്. അതൊന്നും കുഴപ്പമില്ല. ഓമനക്കുട്ടൻ എന്നെ അവിടെ എത്തിച്ചാ മതി. ബാക്കി കാര്യം ഞാൻ സംസാരിച്ചോളാം. എന്നാ പിന്നെ ആൻഡ്രോയിഡ് കുട്ടപ്പനെ പോയി കാണാല്ലേ? ഇവിടെ ആരുമില്ലേ? ആരുമില്ലേ ഇവിടെ? ആരുമില്ലേ ഇവിടെ? ഗിരി, ഗൗരി, ഇവരിതെവിടെ പോയി കിടക്കുന്നു? ആരുമില്ലേ ഇവിടെ? ആഹാ, ഇതാര്? ചെറിയമ്മയോ? സ്വാതി അറസ്റ്റ് ചെയ്യാൻ വന്നേ പിന്നെ ഈ വഴിക്കൊന്നും കണ്ടിട്ടില്ലല്ലോ. എവിടെ ആയിരുന്നു? അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. എന്റെ മോളെവിടെ? അവള് ജീവിച്ചിരിപ്പുണ്ടോ? അത് വല്ലയിടത്തും കൊണ്ടേ കൊന്നോ? ചെറിയമ്മ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നേ? ഇതെല്ലാം ചെയ്തതേ ആ സ്വാതി തന്നെയാ. അതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്നതേ വല്യച്ഛനും. ദേ, അവരോട് വേണം പോയി ചോദിക്കാൻ. അതുമല്ല, വല്ല കാശും വേണമെങ്കിൽ അത് വാങ്ങിച്ചോ. ഏത് മനസ്സിലായോ? ആ, ദേ വരുന്നുണ്ട്. തുടങ്ങിക്കോ, തകർക്കണം. നന്ദിനിയുടെ ചെറിയമ്മ എപ്പോ വന്നു? എന്നാലും എന്റെ മഹേഷേട്ടാ, ഞങ്ങളോട് ഈ ചതി ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? എന്റെ മോളെ കാണാതായിട്ട് നേരത്തോട് നേരം കഴിഞ്ഞു. എന്തായി? എന്തെങ്കിലും ഒരു വിവരം അറിഞ്ഞോ? എന്തെങ്കിലും ഒരു സമാധാനം പറ. ഞാനിത് എങ്ങനെ സഹിക്കും? ഇങ്ങനെ വളർത്തിയ മോളാണെന്നറിയോ? പറ മഹേഷേട്ടാ, എന്റെ മോളെവിടെ? നിങ്ങൾ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കാതെ. അവക്കൊരു കുഴപ്പം വരില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? കൊച്ചിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഉടനെ തന്നെ അവളെ തിരിച്ചു കിട്ടും. ഈ നിൽക്കുന്ന ഗൗരി മോക്കാണ് ഇത് സംഭവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ വെറുതെ ഇരിക്കോ? അവളെവിടെ? ആ സ്വാതി, അവൾ ഒറ്റ ഒരുത്തിയാ എന്റെ മോക്ക് ഈ ഗതി വരാൻ കാരണം. സ്വാതി മോള് നന്ദിനെ അന്വേഷിച്ച് പോയിട്ടുണ്ട്. നന്ദിനെ കൊണ്ട് അവൾ തിരിച്ചു വരുള്ളൂ. ഒരു കാര്യം ചെയ്യ്, നിങ്ങളിപ്പോ തിരിച്ചു പോക്കോ. നന്ദിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞാൻ വിളിച്ചു പറയാം. നിങ്ങൾ ഈ കരച്ചിലൊന്നും നിർത്ത്. ഞാനിപ്പോ വരാം. പൊന്നെ പൊടിയെന്നും പറഞ്ഞു വളർത്തിയ മോള അവക്ക് ഈ ഗതി വന്നല്ലോ. ഞാനിത് എങ്ങനെ സഹിക്കും എന്റെ ദൈവമേ? അവനെ തകർക്കുമല്ലേ. പങ്കജം, ഇതാ ഇത് വെച്ചോ. ഇനി എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഓ, ഇതൊന്നും വേണ്ടായിരുന്നു. എന്റെ മോളുടെ വിവരം അറിയാനാ ഞാൻ വന്നത്. ഗൗരി, അവർക്ക് കഴിക്കാനോ കുടിക്കാനോ എന്തെങ്കിലും കൊടുക്ക്. ഞാനിപ്പോ വരാം. ഞാൻ പറഞ്ഞില്ലേ, വെളിച്ചൻ രക്ഷപ്പെട്ടു പോയതാ. എന്നാലും മോളെ, എന്റെ നന്ദിനി മോള്. മതി മതി, ആ കഥയൊന്നും ഇപ്പൊ വിളമ്പാ നിക്കണ്ട. എനിക്കറിയാല്ല. എന്തായാലും കിട്ടിയ കാശ് വെച്ചു. വാ, പലതും കഴിക്കാം. ചിക്കൻ കറി ഉണ്ടോ മോളെ? മട്ടൻ കറിയുണ്ട്, അത് മതിയാവോ? ആ മതി മതി, മട്ടൻ എങ്കിൽ മട്ടൻ. വേഗാവട്ടെ, എനിക്കങ്ങ് പോണം. അപ്പൊ പൊന്നുമോളെ കാണണ്ടേ? അവളെ കിട്ടുമ്പോ മഹേഷേട്ടൻ വിളിക്കുമല്ലോ, അപ്പ വരാം. അത് പോരാ. പോരെ? പോരാ. നന്ദിനിയെ തിരിച്ചു കിട്ടുന്നവരെ ഇതുപോലെ ദിവസവും ഈ വീട്ടിൽ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. മനസ്സിലായോ? മനസ്സിലായി. എന്ത് മട്ടൻ? അല്ല, നന്ദിനി. ഓ, വാ. ഇനി ഒരുപാട് ദൂരം ഉണ്ടോ ഓമനക്കുട്ടാ? ആ, കുറച്ചു ദൂരം കൂടെ ഉണ്ട്. അതൊരു വല്ലാത്ത ഏരിയ. ഹലോ ഏട്ടാ. സ്വാതി, താനിപ്പോ എവിടെയാ? ഞാൻ നന്ദിനി അന്വേഷിച്ച് പൊക്കോണ്ടിരിക്കുക ഏട്ടാ. എടോ, താൻ ഇങ്ങ് വേഗം തിരിച്ചു വാ. നമുക്ക് വേറെ എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. ഏട്ടൻ വിഷമിക്കണ്ട, നന്ദിനിയെ ഞാൻ കണ്ടുപിടിക്കും. എടോ, താൻ ഒറ്റയ്ക്ക് അന്വേഷിച്ച് പോയി തനിക്ക് എന്തെങ്കിലും അപകടം പറ്റിയാ എനിക്കത് സഹിക്കാൻ പറ്റില്ല. അപ്പൊ ഏട്ടൻ ഗിരിയുടെ വിഷമം ഒന്ന് ഓർത്തു നോക്കിയേ. അവന്റെ ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെയും ഭാര്യയാ കാണാതെ പോയത്. എനിക്ക് അവളെ അവന് തിരിച്ചു കൊടുക്കണം. എടോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഏട്ടനെ വിളിക്കാം. ശരി ഏട്ടാ. സ്വാതി, ഹലോ.
ഓമനക്കുട്ട, എന്താ ചേച്ചി? ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്ന ആൾക്ക് നമ്മളെ സഹായിക്കാൻ കഴിയോ? ചേച്ചി ഒന്നുകൊണ്ടും പേടിക്കണ്ട, അവന് മാത്രമേ നമ്മളെ സഹായിക്കാൻ പറ്റൂ. ചേച്ചി ധൈര്യമായിട്ടിരിക്കുക. ആൻഡ്രോയിഡ് കുട്ടപ്പൻ ഒരു 1.5 ഐറ്റമാ. ഇതാണോ സ്ഥലം? ഇതല്ല സ്ഥലം. ഇനി കുറച്ചുകൂടെ അങ്ങോട്ട് നടക്കണം. പക്ഷെ ഓട്ടോ അങ്ങോട്ട് പോവില്ല. നടന്നു വാ. വാ വാ. വാ. കുട്ടപ്പന്റെ വീട് അതിൽ താഴോട്ട് ഇറങ്ങിയാ താഴോട്ടാ. വാ. നോക്കി ഇറങ്ങണേ, പടിയുണ്ട്. പേടിക്കണ്ട, വാ. കുട്ടപ്പന്റെ വീട് ആ ഭാഗത്താ. അങ്ങോട്ടാ. ഇങ്ങോട്ടാന്ന്. ഷോ, ഇങ്ങോട്ടല്ല. ബാബാ. ഷോ, എല്ലാം ഒരുപോലെ ഇരിക്കുന്നല്ലോ. ഞാൻ പണ്ടൊരിക്കൽ വന്നതാണ്. കുട്ടം അത് വേറെ ആരുണ്ട്. വാ. വായിച്ചി ഇവിടെ എങ്ങാനും ആണോ? വാ, ഈ ഭാഗത്താ. ഇപ്പോഴാ ചെറിയൊരു ഓർമ്മ വന്നിട്ടുണ്ട്. അതാ വീട്. പണ്ട് ഞാൻ വന്നിട്ടുണ്ട്, പക്ഷെ ഇങ്ങോട്ടുള്ള വഴിയാണ് എനിക്ക് മനസ്സിലാവാതെ പോയത്. എന്തായാലും കണ്ടല്ലോ. വാ. പിടിക്കും, പിടിച്ചിരിക്കും. എന്റെ അമ്മയുടെ പിള്ളേരുടെ മക്കളാണ് സത്യം. പിടിച്ചിരിക്കും. ഒരുമാതിരിപ്പെട്ട റൂട്ടൊക്കെ ഈ ആൻഡ്രോയിഡ് കുട്ടപ്പൻ സാറ്റലൈറ്റ് ഹാക്ക് ചെയ്ത് പിടിച്ചിരിക്കും. അതാണ് ആൻഡ്രോയിഡ് കുട്ടപ്പൻ. ആ ഫോൺ തരൂ. ഫോൺ കൊടുക്ക. കോൾ ലിസ്റ്റ് കാണുന്ന ആദ്യത്തെ നമ്പറിൽ നിന്നാ കോൾ വന്നത്. ഓക്കെ, സ്ഥലം പിടി കിട്ടി. ആൻഡ്രോയിഡേ, ഈ സ്ഥലം കറക്റ്റ് എവിടെയാ? എടാ, ഇത് ആ പന്തീരാങ്കാവിന്റെ വടക്കോശത്തുള്ള ടവറാ. ആൻഡ്രോയിഡ്, ഈ പന്തീരാങ്കാവിന്റെ വടക്ക് ഭാഗത്തല്ല ഇരട്ടക്കൊലവാൻ നടന്ന വീട്? അത് തന്നെ. മിക്കവാറും ആ പഴയ കെട്ടിടത്തിൽ തന്നെ ആവും അവർ ആ കുട്ടിയെ ഒളിപ്പിച്ചിട്ടുണ്ടാവുക. സ്ഥലം മനസ്സിലായോ ഓമനക്കുട്ട? മനസ്സിലായ ചേച്ചി. ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്.
അതെ, നമുക്ക് എൻ്റെ ഓട്ടോയിൽ തന്നെ പോവാം. വേണ്ട ഓമനക്കുട്ട, ഇവിടെ നിന്ന് അങ്ങോട്ട് നീ എന്റെ കൂടെ അപകടത്തിലേക്ക് വരണ്ട. ഞാൻ ഒറ്റയ്ക്ക് പൊയ്ക്കോളാം. ഇപ്പോഴും മൊബൈൽ സിഗ്നൽ അവിടെ തന്നെയാ. അതിനർത്ഥം അവരവിടെ തന്നെ ഉണ്ടെന്നാ. എന്തായാലും ചേച്ചി ഒറ്റയ്ക്ക് പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല. അതല്ല ഓമനക്കുട്ട, എനിക്കെന്ത് പറ്റിയാലും സാരമില്ല. എന്നെ സഹായിച്ചു എന്ന കാരണത്താൽ നീ അപകടത്തിൽപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. നീ എനിക്ക് ആ സ്ഥലം ഒന്ന് പറഞ്ഞു തന്നാ മതി. ചേച്ചി, ഇവിടുന്ന് കുറേ ദൂരമുണ്ട്. അങ്ങോട്ട് ചേച്ചി ഒറ്റയ്ക്ക് എങ്ങനെ പോവും? അതൊന്നും സാരമില്ല, ഞാൻ പൊയ്ക്കോളാം. അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ചേച്ചിക്ക് അവിടെ എത്താനുള്ള ഒരു വാഹനം ഞാൻ തരാം. ചേച്ചി ആ വണ്ടി തന്നെ പോയാൽ മതി. കുട്ടപ്പാ, ഓ, ചേച്ചിക്ക് ആ സ്ഥലം കറക്റ്റായിട്ടൊന്ന് പറഞ്ഞു കൊടുത്തേ. ആ നോക്കിക്കോ. പോയ ആ പെൺകുട്ടിയെ കണ്ടുപിടിച്ചു വാ ചേച്ചി. എൻ്റെ മയിൽവാഹനം നല്ല ഐശ്വര്യമുള്ള വണ്ടിയാ. നീലേ, നീ എന്തു പറഞ്ഞാലും അവളെ ഒറ്റയ്ക്ക് വിട്ടിട്ട് തിരികെ വന്നത് ശരിയായില്ല. അച്ഛാ, ഞാൻ മനഃപൂർവ്വം അവളെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോന്നല്ല. എത്ര വട്ടം തിരികെ വിളിച്ച് പിന്നാലെ ചെന്നു. അപ്പോ അവക്ക് വാശി, നന്ദിനിയെ എങ്ങനെയും കണ്ടുപിടിച്ചിട്ടേ തിരികെ വരുമെന്ന്. പിന്നെ ഇതിൽ കൂടുതൽ ഞാൻ എന്ത് ചെയ്യണം? അതിന് നന്ദിനി എവിടെയാണെന്ന് ഏടത്തിക്ക് എങ്ങനെ അറിയാം? പോലീസിന്റെ മുഴുവൻ സന്നാഹങ്ങളും ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ നോക്കിയിട്ട് അതിന് സാധിക്കാതിരിക്കുമ്പോ ഏടത്തിക്ക് ഒറ്റയ്ക്ക് എങ്ങനെ കഴിയും? നന്ദിനിക്ക് പറ്റിയ അപകടത്തിൽ തകർന്നു നിൽക്കുക നമ്മള്. അതിനിടയിൽ സ്വാതിക്കും കൂടെ എന്തെങ്കിലും സംഭവിച്ചാൽ അത് നമ്മൾ എങ്ങനെ സഹിക്കും? ഇതൊന്നും അറിയാത്ത ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ സ്വാതി. അവളുടെ വാശി, നന്ദിനിയെ സ്വയം കണ്ടെത്താമെന്നുള്ള അവളുടെ അമിതമായ വിശ്വാസം, അതുകൊണ്ടാ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എടാ, ഒരു രാത്രി മുഴുവൻ പോലീസ് സ്റ്റേഷനിൽ കിടന്ന് ആ ACPയുടെ ഹരാസ്മെന്റ് മുഴുവൻ സഹിച്ചവളാ സ്വാതി. അവളുടെ സമനില തെറ്റിപ്പോയി കാണും. നീലേ, അവളെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം, തിരിച്ചു കൊണ്ടുവരണം. അച്ഛാ, അതിന് അവൾ എവിടെയാണെന്ന് നമ്മൾ എങ്ങനെ അറിയും? എവിടെ ചെന്ന് അന്വേഷിക്കും? എവിടെ അന്വേഷിച്ചാലും വേണ്ടില്ല, അവളെ ഉടനെ തിരിച്ചുകൊണ്ടുവന്നേ പറ്റൂ. പത്രക്കാരും ചാനലുകാരും എങ്ങനെയെങ്കിലും ഈ വാർത്ത മണത്തറിഞ്ഞ പിന്നെ അത് മതി. അത് മാത്രമല്ല, കാലം വല്ലാത്തതാ. ഈ എടുത്തിയാട്ടം കൊണ്ട് അവൾ എന്തെങ്കിലും അപകടത്തിൽ ചെന്ന് ചാടാൻ അധികം സമയമൊന്നും വേണ്ട. നീ വേഗം ചെല്ല്, എങ്ങനെയെങ്കിലും അവളെ തിരിച്ചു കൊണ്ടുവരണം. നീലേ, നീ വാ, നമുക്ക് എത്രയും പെട്ടെന്ന് ഏടത്തെ കണ്ടുപിടിക്കണം. നന്ദിനിയെ പോലീസ് കണ്ടുപിടിക്കാൻ തന്നെയാണ് എന്റെ വിശ്വാസം. പക്ഷേ അതിനിടയിൽ ഏടത്തെ കൂടി നമുക്ക് നഷ്ടപ്പെടരുത്. വാ നീലേ, നമുക്ക് അന്വേഷിക്കാം. എടാ, അബദ്ധം പറ്റിയത് എനിക്കാ ഗിരി. അവളെ എത്ര വരാൻ കൂട്ടാക്കിയില്ലെങ്കിലും ഞാൻ അവളെ അവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോരാൻ പാടില്ലായിരുന്നു. ഇനി അതൊന്നും പറഞ്ഞ് സമയം കളഞ്ഞിട്ട് കാര്യമില്ല. അവളെ കൂടെ നഷ്ടപ്പെടാൻ ഇപ്പൊ ഈ വീടിന് ശക്തിയില്ല മക്കളെ. വേഗം പോയിട്ട് വാ, അവളെ നമുക്ക് തിരിച്ചു വേണം. അച്ഛൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞങ്ങൾ പോയി അവളെ തിരികെ കൊണ്ടുവരും. പാകിരി, വേഗം റെഡിയായിട്ട് വരാം. ഈ വീടിന് ഇതെന്താ സംഭവിക്കുന്നത് ദൈവമേ? ദുരന്തങ്ങൾ ഒന്നിനു പുറകെ മറ്റൊന്നായി വന്നു കയറാൻ
ഈശ്വരൻ ഞങ്ങളെ കൈവിട്ടോ? നീലേ, ദേ പോന്ന് നടത്തി. ദേ, എവിടെ? നീ കുറച്ച് സ്പീഡ് വിട്. നീ ഒന്ന് ഹോൺ അടിച്ചേ. ഛെ. എടുത്തി 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 വണ്ടി നിർത്ത്.